ടീച്ചറുമായിട്ട് എത്ര സമയം സംസാരിച്ചിരുന്നാലും സമയം പോകുന്ന അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്താണ് ടീച്ചർ സ്കൂളിൽ ഇപ്പം നമ്മുടെ ആ കാലഘട്ടത്തിൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിച്ചത് സ്കൂൾ എക്സിബിഷനുകളാണല്ലോ. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നെടുമങ്ങാട് സ്കൂളിൽ വരുമ്പോഴാണ് ആദ്യമേ ഞാൻ പിന്നെ എക്സിബിഷനായിട്ട്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ സ്കൂൾ ലെവലിൽ തന്നെ എക്സിബിഷൻ നടത്തി. സ്കൂൾ ലെവലിൽ എക്സിബിഷൻ നടത്തിയിട്ട് അതിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയെയൊക്കെ എടുത്ത് പിന്നെ കണക്കിലും അതുപോലെ പിന്നെ സയൻസിലും ഒക്കെ കിട്ടിയ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പിന്നെ ജില്ലാതലത്തിൽ എക്സിബിഷന് പോയി ആ ട്രോഫിയും കൊണ്ടൊക്കെ വരുമ്പോൾ അത് ആ എക്സിബിഷൻ ഉള്ളത് എല്ലാം ഇരുത്തി പഠിപ്പിച്ച് ഇങ്ങനെ പറയിപ്പിച്ചൊക്കെ കൊണ്ടുപോയാലേ നമുക്ക് പ്രൈസ് കിട്ടുകയുള്ളല്ലോ. അപ്പം നമ്മൾ പിന്നെ ആറ്റിങ്ങൽ ജില്ലയായിരുന്നല്ലോ, അപ്പോൾ അവിടെ കൊണ്ടുപോയി പിന്നെ ഓവറോൾ ട്രോഫിയും കൊണ്ടൊക്കെ ഞങ്ങളൊരു വരവ്, അതൊക്കെ ഒരു വലിയൊരു ചരിത്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്ക് പിന്നെ ഈ കോട്ടങ്കൽ സ്കൂളിലോട്ട് വന്നപ്പോഴും എനിക്ക് അതൊരു വലിയ പാടായിട്ട് തോന്നിയില്ല. അപ്പോൾ അവിടെ എക്സിബിഷനിൽ ഈ കുട്ടികൾക്ക് ഓവറോൾ കിട്ടുന്നതും അതിനുവേണ്ടി ഞങ്ങൾ സ്കൂളിൽ തന്നെ, അപ്പോൾ അവിടുത്തെ കുട്ടികളോട് ആ സ്കൂൾ ലെവൽ എക്സിബിഷൻ നടത്താനായിട്ട് ഈ ബട്ടർഫ്ലൈസിനെ പിടിച്ചോണ്ട് വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ബട്ടർഫ്ലൈസ് വേണം, ചന്ദ്രനെ കൊണ്ടുവരാൻ പറഞ്ഞാലും കൊണ്ടുവരുന്ന അതേപോലുള്ളൊരു സ്വഭാവമാണ് അവരെ. എല്ലാത്തിനും അങ്ങ് നല്ല നമ്മൾ പറഞ്ഞാൽ മതിയാവും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിന് അവർക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ സ്കൂൾ ലെവൽ എക്സിബിഷൻ എല്ലാം നടത്തും. അപ്പോൾ അവിടെ പോയി ജില്ലാതലത്തിൽ എനിക്ക് നല്ല പിന്നെ ഓർമ്മയുണ്ട്. പിന്നെ ഇതിലെ അവിടെ നമ്മൾ നടത്തിയത് പിന്നെ പ്രോജക്റ്റ്, വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ഈ 3 ഇതും സയൻസ് ക്ലബിൻ്റെ സ്പോൺസർ ഞാനായിരുന്നു. അപ്പോൾ ഇതെല്ലാം പിന്നെ ഞങ്ങളെല്ലാം ടീച്ചേഴ്സും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ടീച്ചേഴ്സും എല്ലാം നല്ല ഒത്തൊരുമയാണ്. അവിടെ നല്ല ഒത്തൊരുമയാണ്. കുട്ടികളും അതുപോലെ നല്ല സ്നേഹം, അടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും, വഴക്ക് പറയുകയൊക്കെ ചെയ്താലും എല്ലാം കൂടെ നല്ലൊരു യോജിപ്പായിരുന്നു നെടുമങ്ങാട് ബോയ്സിൽ. അതുകൊണ്ട് ഇവരെ നല്ലതായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ബുദ്ധിമുട്ട് എല്ലാ പിള്ളേരും നല്ല, എനിക്ക് തോന്നുന്നു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ല ജീവിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ. അതുപോലെ തന്നെ നെടുമങ്ങാട് ബോയ്സ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അത് ആരൊക്കെയാണ്? അത് ഞങ്ങളെ ത്രിമൂർത്തികൾ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പിന്നെ ഒരു രാധ ടീച്ചറ്, ഒരു സുജാത ടീച്ചറ്. അപ്പം അതിൽ പിന്നെ സുജാത ടീച്ചറെ മരിച്ചുപോയി, രാധ ടീച്ചറെ ഇപ്പം നെയ്യാറ്റിൻകരയാണ്. പിന്നെ ഞാൻ ഇവിടെ ഞങ്ങൾ 3 പേരാണ്. പിന്നെ റോസമ്മ, പിന്നെ അങ്ങനെ ഞങ്ങൾ സയൻസിൻ്റെ ടീച്ചേഴ്സൊക്കെ നല്ല കുറേ പേരുണ്ടായിരുന്നു. ശരിയാണത്. ഞങ്ങളെല്ലാം ദൂരത്ത് തന്നെ ഉള്ളവരാണ്. പിന്നെ തിരുവല്ല, ആറന്മുള, പിന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ടയൊക്കെയുള്ള ടീച്ചേഴ്സായിരുന്നു കൂടുതലും. അതായത് വേറൊരു ഭാഗത്തുനിന്ന് വന്ന് നമ്മുടെ നെടുമങ്ങാടിന്റെ ഭാഗമായി മാറി, ഒരുപാട് കുട്ടികളുടെ മാർഗദർശികളായി മാറി. അതെ. പിന്നെ ഒരു കാര്യം, ഞാനാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പന്തളത്തു നിന്നാണല്ലോ വരുന്നത്. വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഹസ്ബൻഡ് അങ്ങ് വെളിയിൽ പോയെങ്കിലും ഞാൻ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവിടെ താമസിക്കുന്നെങ്കിൽ റെൻറ്റിനാണ് അവിടെ താമസിക്കുന്ന ആ നാട്ടുകാരുടെ സ്നേഹം അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരെ എന്നെ എത്ര ഇതായിട്ടാണ് എന്നെയും എൻ്റെ മക്കൾക്കും നല്ല സഹായം ആയിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരു പ്രയാസവും നെടുമങ്ങാട് ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെടുമങ്ങാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആണെന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ അധ്യാപിക കൂടിയാണല്ലോ. അപ്പോഴ് നമ്മളൊരു ടൂറ് പോയപ്പോൾ ടീച്ചറിൻ്റെ 2 മക്കളും വന്നിരുന്നു. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്കൊക്കെ തന്നു. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പോയിട്ട് വന്നു. അതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. കാരണം നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് വന്നതാണ്, പാട്ടും പാടിയൊക്കെ ആയിട്ട്. ശരിയാണ്. അതൊക്കെ നല്ല ഷാജി അതെല്ലാം കൊള്ളാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു സംരംഭം തന്നെ ആയിരുന്നു എനിക്ക് അത്. ഞാൻ പിന്നെ ടീച്ചറായിട്ട് ഇരുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് വലിയ വിഷമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. സ്നേഹമേ എനിക്ക് എല്ലായിടത്തും ഒന്നും കിട്ടിയിട്ടുള്ളൂ. അത് ഇപ്പോഴും ഈ ടീച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം നെടുമങ്ങാട് നമുക്ക് സ്കൂൾ ബാച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം പലപ്പോഴും ടീച്ചറെയൊക്കെ പേര് എടുത്ത് തന്നെ അതിലുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്. അപ്പം കാലം മാറി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഈ ടീച്ചറൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്?
ശരിക്കും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ടീച്ചറെ കാണണം എനിക്ക് തോന്നുമ്പം ഞാൻ ഇവിടെ ഓടി വരണമെങ്കിൽ അത് തന്നെയാണ് ആ ഒരു സ്നേഹം. സ്നേഹം അത് തന്നെ കലർപ്പില്ലാത്തൊരു സ്നേഹം നമുക്ക് കിട്ടിയതുകൊണ്ട് അത് നമ്മൾ തിരിച്ച് അതേപോലെ പ്രകടിപ്പിക്കുന്നു. അതാണ് നമ്മൾക്ക് ഇപ്പോഴും ഞാൻ ആ കൊച്ചുമക്കളുടെ കല്യാണമൊക്കെ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്കതൊരു വലിയ എത്ര സന്തോഷം, എത്ര ഞാൻ ഡ്രൈവറെ കുട്ടിയായാലും ഞാൻ പോയിരിക്കും. ഏതെങ്കിലും രീതിയിൽ അങ്കിളിന് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഡ്രൈവറെ കുട്ടിയായാലും ഞാൻ അവിടെ എത്തിയിരിക്കും, എനിക്ക് പോകാൻ പറ്റിയാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ആയെങ്കിലും ഞാൻ വെറുതെ ഇരിക്കുന്നതേ ഇല്ല. റിട്ടയർ ആയത് ഞാൻ 2008 നെയ്യാറ്റിൻകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടാണ് റിട്ടയർ ആകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടും 2009 തൊട്ട് ഞങ്ങൾ കോട്ടങ്ങൽ സ്കൂളിൽ ഒരു 50 കുട്ടികളെ എന്നെ സ്പോൺസർ ചെയ്തിട്ട് കോട്ടങ്ങൽ സ്കൂൾ ഓൾഡ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ കോട്സ എന്നൊരു സംഘടന ഉണ്ടാക്കി. അപ്പോൾ അതിൽ ഞങ്ങൾ അവിടുത്തെ 50 കുട്ടികളെ കുട്ടികൾക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നും പറഞ്ഞ് ഞങ്ങളെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. സ്കൂളിലേതൊന്നുമല്ല പഠിപ്പിക്കുന്നത്. രാവിലെ ആദ്യമേ നമുക്ക് 9:30 തൊട്ട് 10:30 വരെ യോഗ തൊട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം മാനേജ്മെൻറ്റ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ലിറ്റററി ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്, അങ്ങനെ പല സബ്ജക്ട്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലെല്ലാം വരുന്നതും ഈ കോട്ടങ്ങൽ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസിൽ തന്നെ നല്ല വലിയ പദവിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെ വന്ന് ചിലർ ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ KS ചിത്രയൊക്കെ അവിടെ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. നല്ല 2 കൂട്ടരും കൂടെ ചേർന്ന് നല്ലൊരു സംഘടനയാണ്. ഇപ്പോൾ 17 വർഷമായി ആ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇപ്പം അടുത്ത വർഷത്തേക്കുള്ള ബാച്ചിലേക്കുള്ള കുട്ടികളെയും എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഞാനും. അതുകൊണ്ടാണ് ടീച്ചറിന്റെ പ്രായം തോന്നാത്തത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു വനിതാ സമാജമുണ്ട്, ഇന്ദിരാനഗർ വനിതാ സമാജത്തിലെ അതിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പന്തളത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ് പന്തളീയത്തിൻ്റെ അതിൻ്റെ ഒരു ഭാരവാഹിയാണ്. പിന്നെ റിട്ടയർഡ് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ആൻഡ് HM അതിനകത്തെ രക്ഷാധികാരിയാണ്. അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഞാനതുകൊണ്ട് റിട്ടയർ ആയതായിട്ട് എനിക്ക് തോന്നത്തില്ല. കാരണം ഞാൻ ആക്റ്റീവാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും ഇല്ല. അതെല്ലാം ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സംഘടനയിലേക്ക് ഓരോ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ അങ്ങ് പോകും. ഇനി എന്നാണ് ഗൾഫിലേക്ക് വരുന്നത്? ഇനിയും ഗൾഫിലേക്ക് വരുന്നത് ഇങ്ങനെ ഇപ്പോഴേതായാലും ഇനി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഷാജിയുടെ അടുത്ത് വന്നിരിക്കും. അവിടുത്തെ വിനയരാഘവന് അറിയാം, വിനയരാഘവൻ നമ്മുടെ അവിടെ പഠിച്ചതാണ്. എപ്പോഴും വന്നാലും ഇവിടെ വന്ന് എന്നെ കാണും. ഞാനതാ പറഞ്ഞ ആ കുഞ്ഞുങ്ങൾ അവരുടെ സ്നേഹമേ എന്താണെന്നുള്ളത്. അവിടെ എത്ര തിരക്കായാലും ഇവിടെ വന്ന് എന്നെ ഒന്ന് കണ്ടേച്ച് ഓടിപ്പോയി ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നൊരു ഫോട്ടോയും എടുത്തോണ്ട് അങ്ങ് പോകും. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം എല്ലാവർക്കും കിട്ടാത്ത ഒരു എന്തുവാണ് ഒരു ഭാഗ്യവും ഒരു ബഹുമാനവുമാണ് എനിക്ക് ഈ കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇവരെ ഒരു 87 ബാച്ചുകാരാണെന്ന് തോന്നുന്നു. അവരെല്ലാം വിളിച്ച് എല്ലാവരും കൂടെ കൂടി അവിടെ നെടുമങ്ങാട് ബോയ്സിൽ എല്ലാവരും നമ്മൾ കൂടി ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കൂടെ അന്നിങ്ങനെ കൂടിയായിരുന്നു. അപ്പോഴവരെല്ലാം കൂടുതൽ പേരെയും കാണാൻ, ഒത്തിരിയും പേരെയും കണ്ടാൽ അറിയത്തില്ല കേട്ടോ. ചിലരുടെ മുഖം മാത്രം വലിയ വ്യത്യാസമില്ല, ചിലരെ കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പാടാണ്. അതുപോലെ കോട്ടങ്ങൽ സ്കൂളിൽ അവരിങ്ങനെ 94 ബാച്ച് അവരും അങ്ങനെ അവർ പല ബാച്ചുകാരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അലുമിനി ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇവരിങ്ങനെ എല്ലാവരും വിളിച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ടൊന്ന് കൂടുന്നത് അതൊരു വലിയ സന്തോഷമാണ്. നമുക്ക് അന്നത്തെ ആ കുട്ടികളെ കാണുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല നമ്മുടെ എനർജി ലെവലിൽ പഴയതിലോട്ട് പോകും. നമ്മൾ പഴയ ഓർമ്മകളെല്ലാം ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വലിയൊരു സന്തോഷമാണെന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമായിട്ട് തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെ ഇത് തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യമേ ഷാജിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവിടെ പഠിച്ചതല്ലയോ എന്നിട്ട് ഷാജി അതുവരെയും മിണ്ടാതൊക്കെ ഇരുന്നേച്ച് അവസാനമാണ് ഇത് പറയുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റ് ടീച്ചറാണെന്നുള്ളത്. എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഷാജി പിന്നെ അവിടെ നെടുമങ്ങാട് പഠിച്ചതല്ലേ, അപ്പോൾ ദുബായിൽ നിന്നൊക്കെ വരുവാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഒരു അതിശയം തോന്നിയത്. ഏതായാലും ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ഷാജി, ഒത്തിരി സന്തോഷം. വീണ്ടും കാണാം, തീർച്ചയായിട്ടും കാണാം. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. നന്നായിരിക്കട്ടെ. താങ്ക് യു.